ये कहानी फिर सही, हमको किसके गम ने मारा, ये कहानी फिर सही, किसने तोड़ा दिल हमारा, किसने तोड़ा दिल हमारा, ये कहानी फिर सही. പ്രണയത്തിലൂടെയും പ്രതീക്ഷയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും നിലയ്ക്കാതെ ഒഴുകുന്ന പുഴയാണ് ഖയാൽ. ഖയാലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് സംഗീത സംവിധായകൻ, ഗസൽ സിംഗർ വീത്രാഗ്. വീത്ത്, വൺസ് അഗൈൻ വെൽക്കം ടു ഖയാൽ. നമ്മൾ എനിക്ക് തോന്നുന്നു ഹരിഹരൻ ജി കവർ ചെയ്തു, മെഹദി ഹസൻ സാബിൻ്റെ കുറേ ഗസൽസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. ഇന്നത്തെ അപ്പം ഒബ്വിയസ്ലി ഈ ടവറിങ് ജയൻസിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു കംപ്ലീറ്റ് സ്കൂൾ ഇൻവെൻറ്റ് ചെയ്തൊരു ഘരാന തന്നെ ഇൻവെൻറ്റ് ചെയ്തൊരു ഗസൽ സിംഗറുണ്ട്, മറ്റാരുമല്ല ഗുലാം അലി സാബ്. അപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലി ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കുറച്ച് ഗുലാം അലിജിയുടെ പാട്ടുകൾ ഡിസ്കസ് ചെയ്യാം. വിൽ ജസ്റ്റ് ട്രൈ ടു അപ്രീഷിയേറ്റ് വാട്ട് ഹി ഹസ് ഡൺ. കാരണം ദാറ്റ്സ് ഓൾ വി കൻ ഡു. നമ്മൾ പിന്നെ പാടിയത് ബോറാക്കേണ്ട കാര്യമില്ല, അവരൊക്കെ അത്ര നന്നായി അത് പാടി വെച്ചിട്ടില്ലേ. അതെ അതെ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാവുന്ന ഇതിലപ്പുറമുള്ള ഇംപ്രവൈസേഷൻസും ഇൻക്രെഡിബിൾ ക്രിയേറ്റിവിറ്റി. ഇതേ സാധനം തന്നെ ഹാർമോണിയത്തിൽ അതേമാതിരി വായിക്കുന്നുള്ളതാണ് അല്ലേ? അതെങ്ങനെയാണ്? അതുപോലെ ചെയ്യുന്ന കുറേ സിംഗേഴ്സ് ഉണ്ട്. അപ്പം എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് നിയാസ് എന്ന് പറഞ്ഞിട്ട്, പുള്ളി തൊണ്ട പോകുന്ന പോലെ തന്നെ കൈ പോകും. ഇപ്പോൾ വിശാൽ ഇവിടെ നേരത്തെ പാടുന്നുണ്ടായിരുന്നു, തൊണ്ട പോകുന്ന പോലെ തന്നെ കൈ പോകും. विशाल, ऐसा हम बोल रहे थे कि गुलाम अली जी जब गाते हैं वो उसी तरह से हारमोनियम जो गले में आता है वो ही बजाते हैं सेम टाइम. और आप भी ऐसा गाया, हारमोनियम बजा के बता रहे थे. അതൊരു ബേസിക് തുടക്കം മുതലേ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ്. ഇപ്പം ഞങ്ങൾ തമാശയായിട്ട് അതിന് പെട്ടിയാല ഖരാന എന്നാ പറയുന്നത്. വെച്ചാൽ പട്ടിയാല പോലത്തെ പെട്ടി വായിച്ച് പാടുന്ന. എനിക്കത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഗിറ്റാറൊക്കെ വെച്ച് ഇങ്ങനെ വെറുതെ സ്വന്തം ഇഷ്ടത്തിന് പാടുമ്പോൾ. പക്ഷേ ഇത് ഭയങ്കര ഒരു ഫീലാണ് ആ ഹാർമോണിയം കൊണ്ട് പാടുന്നത്. അപ്പം ഗുലാം അലി സാബിൻ്റെയൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ വളരെ റെയർ പ്രൈവറ്റ് മെഹഫിൽസ് ഉണ്ട്, അത് കാണുക വേണം. അത് ടോട്ടലി എന്താ നമ്മളിതുവരെ കേട്ടിട്ടുള്ള ലൈവ് പോലെയൊന്നുമല്ല. അവർ ആ ഒരു വളരെ ഫ്രീ ആയിട്ടൊരു ക്ലോസ് സർക്കിളിൽ ഇരുന്നിട്ട് ഇപ്പം അങ്ങനെ പുള്ളിയും ഈ ഗുലാം അലി സാബൊക്കെ പാടിയ സോങ്സ് കമ്പോസ് ചെയ്ത ആൾക്കാർ, അങ്ങനത്തെ ക്ലോസ് മെഹഫിൽസൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് എവിടെയാണെന്നുള്ളത്. നമ്മൾ ഒരുപാട് കാലം നമ്മൾ വെറും കൈ കിട്ടിയിരുന്ന കുറേ CDs മാത്രം, എന്നിട്ട് തന്നെ നമുക്കത് മടുക്കുന്നില്ല. നമ്മൾ അതാണ് ഈ ഗസൽസിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ, ഒരിക്കലും അത് എത്ര കേട്ടാലും മടുക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗസലുണ്ട് ഗുലാം അലിജിയുടെ. അത് ഐ വിൽ ജസ്റ്റ് ട്രൈ ആൻഡ് സിംഗ് ഇൻ. करेंगे आप भी पहरों इसी तरह, रोया करेंगे आप भी पहरों इसी तरह, अटका कहीं जो आपका दिल भी
से छूट जाए, मर चुक कहीं कि तू हमें हिजरा से छूट जाए, कहते तो है भले की वो लेकिन बुरी तरह अटका कहीं जो आपका दिल भी मेरे तरह रोया करेंगे आप भी पहरो इसी तरह। ना जाए वो बनी है ना, ना जाए वो बनी है ना, बिन जाए चैन है, क्या कीजिए हमें तो है मुश्किल सभी तरह, अटका कहीं जो आपका दिल भी मेरे तरह रोया करेंगे आप भी पहरो इसी तरह, रोया करेंगे आप भी पहरो इसी तरह। दिल में एक लहर सी उठी है अभी, कोई ताजा हवा चली है अभी। करेंगे आप ഗായത്രി ഗംഭീരായിരുന്നു. ഗസൽ ക്ലാസിക്സിൽ പെടുന്ന ഒരു ഗസലാണ് ഇത്. ഇപ്പം നമ്മൾ ഒരു ടോപ്പ് 10 ഫേവറേറ്റ് ഒക്കെ പറയുമ്പോൾ പലരും പറയുന്ന ഒരു ഗസൽ. അതിന് മുന്നേ പക്ഷേ ഞാൻ ഗായത്രിൻ്റെ സിംഗിങ്ങിനെ കുറിച്ചൊന്ന് എനിക്ക് പറയണം. ഇറ്റ് വാസ് സോ നൈസ്. ഭയങ്കര ഫീലായിരുന്നു. മാത്രമല്ല ആലാപ്സ് ഒക്കെ ഭയങ്കര ക്ലാസ്സിയായി ആൻഡ് എവറിത്തിങ് ഫെൽ ഇൻ പ്ലേസ്. അടിപൊളിയായിരുന്നു ആൻഡ് വണ്ടർഫുൾ ബാക്കിംഗ് ബൈ ആർ. Thank you so much. Harmonium was extraordinary. So beautiful. All of you. Very nice. ഈ ഗസൽ ഒരു വളരെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ളൊരു ഗസലാണ്. ആക്ച്വലി ഈ സോങ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇപ്പം ഒരു എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വേർഷൻ എത്രയോ ഹാഫ് ആൻ അവറിൻ്റെ അടുത്തുണ്ട്. കാരണം അത്രയും നേരം പാടി. ഇനിയിപ്പോൾ അതല്ല 1 മണിക്കൂറോ 2 മണിക്കൂറോ പാടിയാലും നമുക്കത് ഒരു ബോറാവില്ല. അത് അത്രയും അതിലങ്ങനെ ഒരു ലയിച്ചിരിക്കാൻ പറ്റും. അങ്ങനത്തെ അല്ലെങ്കിൽ നമുക്കത് ലൂപ്പ് ചെയ്ത് ഇങ്ങനെ വേണമെങ്കിൽ രാവിലെ വരെ കേൾക്കാം. അങ്ങനെയുള്ളൊരു സോങ്ങാണ്. അതിൻ്റെ ഒരു മീനിങ്ങും ഭയങ്കര സെൻറ്റിമെൻ്റൽ ഒരു ഇതാണ്. റോയാ കരേംഗെ ആപ് ഭി പെഹറോ ഇസി തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഇതേപോലെ നിങ്ങളും കരയും. എപ്പോൾ എന്ന് വെച്ചാൽ അട്കാ കഹി ജോ ആപ്കാ ദിൽ ഭി മേരി തറ, എന്നെപ്പോലെ എൻ്റെ ഹൃദയം എവിടെയോ കൊളുത്തിയിട്ടതുപോലെ ഇഫ് യോസ് ഇസ് ഓൾസോ സ്റ്റക്ക്, അങ്ങനെയാണെങ്കിൽ അപ്പോൾ അത് പിന്നെ അങ്ങനെ പോകുന്ന അതിൻ്റെ മീനിങ്സ്. അപ്പോൾ അത് എസ്പെഷ്യലി അതിലിപ്പം ഒരു പ്രേമത്തിൻ്റെ വിരഹം തന്നെ ആവണമെന്നില്ല. എന്ത് രീതിയിലുള്ളൊരു വിഷമവും അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനായിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പോൾ അത്
ഓരോ കേൾക്കുന്ന ആൾക്കാർ അതിനെ എങ്ങനെ റീഡ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ കുറച്ച് മ്യൂസിക്കും കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ ലിറിക്സിനെ അതെങ്ങനെ മ്യൂസിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗസൽ തന്നെ മതി ഒരുപാട് കാലം നമുക്ക് കേട്ട് എൻജോയ് ചെയ്യാൻ. ഇപ്പം ആക്ച്വലി ഫിലിംസിൽ ഒരുപാട് ഗസൽസ് വന്നിരുന്ന ഒരു ഇര ഉണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ മാതിരി 80s. ഇപ്പം വല്ലാതെ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഇപ്പം കൂടുതലൊരു സൂഫി ട്രെൻഡാണ് ഹിന്ദി ഫിലിംസിലൊക്കെ. അപ്പം അത് തന്നെ അതിൻ്റെ ഒരു റിയൽ എസെൻസിലല്ല. വെറുതെ മോല എന്ന് പറഞ്ഞൊരു വാക്കുണ്ടെങ്കിൽ അതൊരു സൂഫി സോങ് ആവില്ലല്ലോ. അതെ അതെ അതെ. സൂഫി സോങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതായത് ഒരു ബഡാലി ബ്രദേഴ്സ് ഒക്കെ പാടുന്ന ഇതൊരു പോപ്പ് ഇഡിയത്തിലേക്ക് അതിനെ ബ്രിങ് ചെയ്ത് കഴിയാണ്. പക്ഷെ നല്ലതാണ്, കേൾക്കാൻ സുഖമുണ്ട് എങ്കിൽ എല്ലാ മ്യൂസിക്കും നല്ലതാണ്. അതെ അതെ. ഞാൻ അധികവും വീത്ത് പാടി കേട്ടിട്ടുള്ളത് നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ മെഹദി ഹസൻ സാബിൻ്റെ പാടി കേട്ടിട്ടുണ്ട്, ഹരിജിയുടെ പാടി കേട്ടിട്ടുണ്ട്. ഞാൻ വീത്തിൻ്റെ പേഴ്സണലി ഞാനൊരു ഗുലാം അലി പാടി കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഖയാൽ എപ്പിസോഡിൽ വി ലവ് ടു ലിസൺ ടു യു സിംഗ് ഗുലാം അലി നമ്പർ. അപ്പോൾ ഇതാണ് ഗുലാം അലി സോങ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹെവി ആണ്. ഭയങ്കര ഹെവി ഇൻ ദ സെൻസ് അത് വളരെ റിച്ചാണ് മ്യൂസിക്കലി. അപ്പം only trained singers would attempt that. എന്നെ പോലെ ഒരു അൺട്രെയിൻഡ് സിംഗർ അത് അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാണ്. പക്ഷേ എങ്കിലും ഫോർ ദ ലവ് ഓഫ് ദാറ്റ് ഐ ഡു ദാറ്റ്. ആബ്സല്യൂട്ട്ലി നോ അതല്ല, അങ്ങനെയല്ല, അൺട്രെയിൻഡ് ആണ്. പക്ഷെ അതല്ല, ആ ഒരു അതിൻ്റെ ഒരു സോ ക്ലാസി. അത് നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സിമ്പിളായി തോന്നുമെങ്കിലും അതിൻ്റെ അത് പാടി നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വെയിറ്റ് തന്നെ മനസ്സിലാവുള്ളൂ. ആശാജിയും ഗുലാം അലി സാബും കൂടി പാടിയിട്ടുള്ള ആൽബംസിലെ പാട്ടുകൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒരു സോങ് ഉണ്ട്. കുറേ ഉണ്ട് ഗുലാം അലി, ഇഷ്ടംപോലെ സോങ്സ് ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലിങ്ങനെ വന്നൊരു സോങ് അപ്നി തസ്വീർ കോ. അത് രണ്ടുപേരെയും മോളോ? ഓ, ചെയ്യാം. अपनी तस्वीर को आँखों से लगाता क्या है, अपनी तस्वीर को आँखों से लगाता क्या है, एक नजर मेरी तरफ भी तेरा जाता क्या है, अपनी तस्वीर को आँखों से लगाता क्या है, एक नजर मेरी तरफ भी तेरा जाता क्या है, अपनी तस्वीर को. मेरी रुसवाई में वो भी है बराबर के शरीक, मेरी रुसवाई में वो भी है बराबर के शरीक, मेरे किस्से मेरे यारों को सुनाता क्या है, एक नजर मेरी तरफ भी तेरा जाता क्या है. വാ വാ വാ, ദിസ് ഈസ് ഇതിങ്ങനെ പാടിയിരിക്കുന്നു നമ്മൾ. So let's stop this. ഇനി ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗസലുണ്ട്, ദിൽ മേ ഏക് ലഹർ സി. എനിക്ക് തോന്നുന്നൊരു ഇത് മലയാളികളെല്ലാവരും കേട്ടിരിക്കാൻ ചാൻസ് ഉള്ളൊരു സോങ് ആണത്. അപ്പം വി ലൈക്ക് ടു ഹിയർ ആ പാട്ട് മുഴുവൻ പാടുന്നതെന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്.
दिल में एक लहर सी उठी है अभी, दिल में एक लहर सी उठी है अभी, कोई ताजा हवा चली है अभी, दिल में एक लहर सी उठी है अभी। शोर बरपा है खाना है दिल में, शोर बरपा है खाना है दिल में, शोर बरपा है खाना है दिल में, कोई दीवार सी गिरी है अभी, कोई दीवार सी गिरी है अभी, कोई ताजा हवा चली है अभी, दिल में एक लहर सी उठी है अभी। शहर के बेचराग गलियों में, 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 जिंदगी तुझको ढूंढती है अभी, जिंदगी तुझको ढूंढती है अभी, कोई ताजा हवा चली है अभी, दिल में एक लहर सी उठी है अभी। दिल में एक लहर सी उठी है अभी। വളരെ വളരെ മനോഹരമായിരുന്നു വീത്ത്. എനിക്കറിയാലോ ഇഷ്ടംപോലെ ഫ്ലോസ് ഇറ്റ്സ് നോട്ട് എൻ ഈസി ഗസൽ ടു സിംഗ്. കാരണം എന്താ വെച്ചാൽ എസ്പെഷ്യലി ആ ലഹർ എന്ന് പറയുമ്പോൾ ആ ഒരു വേവ് എഫക്റ്റ് കൊണ്ടുവരാൻ അത് ഇറ്റ്സ് നോട്ട് ഈസി. അത് ഒരു 1000 വേവ്സ് ചെയ്തിട്ടുണ്ട്. അത് എളുപ്പമല്ല അത് കൊണ്ടുവരാനായിട്ട്. ഇതിലൊരുപാട് സട്ടിലായിട്ടുള്ള ചെറിയ നുവാൻസസ് വീത്തിൻ്റെ നാച്ചുറലി വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ത്രോട്ടാണ്. അപ്പോൾ യു ആർ എന്താ പറയുക, ജനിക്കുമ്പോൾ തന്നെ യു ആർ ബ്ലെസ്ഡ് വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് എ വോയിസ്. ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. ഇത് വൺ ഓഫ് ദ ഹാപ്പി ഗസൽസ് ആണല്ലേ ശരിക്കും. ഇത് എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയല്ല, പലരും പറയാറുണ്ട് അതുകൊണ്ട് ദുഃഖരസം കുറച്ച് കൂടുതലാണെന്നുള്ള.
ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഗുലാം അലിജിയുടെ കുറച്ച് മനോഹരമായിട്ടുള്ള ഗസൽസ് പാടാനായിട്ട് ശ്രമിച്ചു. നിങ്ങളെല്ലാവരും ഇത് എൻജോയ് ചെയ്തു എന്ന് കരുതാണ്. വീത്ത് തന്നെ ഗുലാം അലിജിയുടെ ഒരു പാട്ട് 2 വരികൾ പാടിയിട്ട് ദാറ്റ് വിൽ ബി എ ഫിറ്റിംഗ് ട്രിബ്യൂട്ട് ടു ദ ഗ്രേറ്റ് മൈസ്ത്രോ. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ടു ഓൾ ഓഫ് യു ആൻഡ് വിൽ മീറ്റ് അഗൈൻ ഫോർ യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഖയാൽ. ഈ ഗസൽ ഇത് ഞാൻ ആഡ്ലിബായിട്ട് പാടാം. ഇത് ഫിറുസി രാഹ് ഗുസർ പർ ഷായദ് ഹം കഭി മിൽ സക്കേ മഗർ ഷായദ് എന്ന് പറഞ്ഞൊരു സാധനം. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് വി മീറ്റ് അഗൈൻ ദേർ അറ്റ് ദ സെയിം പ്ലേസ്. ഓക്കെ. फिरुसी राह गुजर पर शायद, फिरुसी राह गुजर पर शायद हम कभी मिल सके मगर शायद फिर सी राह गुजर पर शायद जो भी बिछड़े हैं कब मिले हैं फराज, जो भी बिछड़े हैं कब मिले हैं फराज, फिर भी तुम इंतजार कर शायद हम कभी मिल सके मगर शायद फिर सी